ഇലാഹു വാഹിദുൻ എന്നിടത്ത് വാഹിദ് അള്ളാഹുവിൻ്റെ ഇലാഹിൻ്റെ വിശേഷണമായി വന്നു. വിശുദ്ധ ഖുർആനിൽ ഈ വിശേഷണം പലത് വന്നതിനെക്കുറിച്ച് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമമായി ഈ അൽ വാഹിദ് വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് വന്നിട്ടുണ്ട്. യാ സാഹിബൈ സിജ്നി അഅർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അവിടെ അൽ വാഹിദുൽ ഖഹാർ, അൽ വാഹിദ് എന്നത് അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമമാണ്, ഇസ്മാണ്. ഇതേപോലെ ഖുലില്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ വഹുവൽ വാഹിദുൽ ഖഹാർ, ആദ്യത്തെ ആയത്ത് സൂറത്ത് യൂസുഫിൽ, ഇത് സൂറത്തു റഅദിൽ. ഇതേപോലെ വേറെയും സന്ദർഭങ്ങൾ സൂറത്ത് ഇബ്രാഹിമിൽ വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്നാണ്. സൂറത്ത് സാദിൽ വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്നാണ്. സൂറത്ത് സുമറിൽ സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്നാണ്. ഇതേപോലെ വേറെയും ആയത്തുകൾ ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്നാണ്. ഇവിടേക്ക് അൽ വാഹിദ് അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. പക്ഷേ 6 സ്ഥലങ്ങൾ അൽ വാഹിദ് എന്ന അള്ളാഹുവിൻ്റെ നാമം വന്നപ്പോൾ ആ നാമത്തോട് ചേർന്ന് വന്ന നാമം നോക്കൂ നിങ്ങൾ. അൽ ഖഹാർ എന്നുള്ള അള്ളാഹുവിൻ്റെ ഉത്തമ നാമമാണ് അൽ വാഹിദുൽ ഖഹാർ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ വാഹിദ് അല്ലദീ ലാ സാനിയ ലഹു, മറ്റൊരു ഇലാഹില്ല. അല്ലദീ ലാ നദീറ ലഹു വലാ ശബീഹ്, അള്ളാഹുവിന് തുല്യനോ സമമായവനോ ഇല്ല. അങ്ങനെയുള്ള ഏകനായ അള്ളാഹു, അവൻ ഏകനായിട്ടും അവൻ അൽ ഖഹാർ, എല്ലാത്തിനെയും അടക്കി വാഴുന്ന, എല്ലാത്തിനും മേൽക്കോയ്മ നേടി അതിനെ വാഴുന്ന ഏകനായ അള്ളാഹു എന്നുള്ളതാണ്. അൽ വാഹിദ് എന്നുള്ള നാമം അൽ ഖഹാറിനോട് ചേർന്ന് വന്നപ്പോൾ എത്ര ഗംഭീരമായ ആശയമാണ് പ്രദാനം ചെയ്യുന്നത്. വാഹിദുൻ എന്ന വിശേഷണവും അൽ വാഹിദ് എന്ന നാമവും അതേപോലെ ഇന്ന ഇലാഹകും ലവാഹിദ് എന്നുള്ള പ്രസ്താവനയുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് ഈ ഒരു പദത്തിലൂടെ വന്നത് നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നു.